അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ലില്ലാഹിൽ വാഹിദിൽ ഖഹാറിൽ മുഅ്മിനിൽ ജബ്ബാറിൽ മുഹൈമിനിൽ ഗഫാർ ഗാഫിരി ദംബി വഖാബിലി തൗബ ലഹുൽ കിതാബ് ഇലൈഹിൽ ഇയാബ് വഅലൈഹിൽ ഹിസാബ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسول وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيل ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا. ആദരണീയരായ സഹോദരന്മാരെ, സംഘടനാ സഹപ്രവർത്തകരെ, സഹോദരിമാരെ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, നാട്ടുകാരെ, മുജാഹിദ് യുവജന പ്രസ്ഥാനമായ ISM സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള സമുദായം പൊറുക്കാത്ത സമസ്ത അപരാധങ്ങൾ എന്ന തലക്കെട്ടിലുള്ള പ്രോഗ്രാമിലാണ് നാം പങ്കെടുക്കുന്നത്. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്തോട് അതിൻ്റെ ആദർശത്തെയും ദർശനങ്ങളെയും കാഴ്ചപ്പാടുകളെയും അവതരിപ്പിക്കുന്ന മതമാണ്. ഒരുപാട് മതങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാം എങ്ങനെ വേറിട്ടു നിൽക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരം പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് അതിൻ്റെ പ്രബലമായ അതിശക്തമായ 2 പ്രമാണങ്ങളുണ്ട് എന്നതാണ്. ലോകത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചും മാറ്റങ്ങൾക്ക് മതങ്ങളും വിധേയമാകണം എന്ന് ചർച്ച ചെയ്യപ്പെടുന്നിടത്ത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുന്നതാണ് പരിശുദ്ധ ഇസ്ലാം എന്ന പ്രഖ്യാപനമാണ് മതങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ വ്യതിരിക്തമാക്കി നിർത്തുന്ന, വേറിട്ട് നിർത്തുന്ന, അതിനെ പ്രത്യേകമാക്കുകയും മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന സുപ്രധാനമായൊരു ഘടകം. കാലാകാലങ്ങളിൽ മനുഷ്യർ പുരോഗതി പ്രാപിക്കുമ്പോൾ സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക രംഗത്തും വലിയ വലിയ മാറ്റങ്ങൾക്ക് ലോകം വിധേയമാകുമ്പോൾ അത്യാധുനികമായ വിജ്ഞാന സങ്കേതങ്ങൾ രൂപപ്പെടുകയും അതിൽ നിന്ന് ആളുകൾക്ക് പുതിയ
അറിവുകൾ കരസ്ഥമാക്കുകയും ചെയ്യാൻ കഴിയുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ അലകും തട്ടും അതിനനുസരിച്ച് മാറ്റിപ്പണിയേണ്ടതുണ്ട്. 10 കൊല്ലം മുമ്പുള്ളതുപോലെയല്ല നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്. 25 കൊല്ലം മുമ്പ് സ്വീകരിച്ച നിലപാടുകളല്ല ഇന്ന് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരു 100 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യങ്ങളോ പരിഹാരങ്ങളോ അല്ല പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ ഇന്ന് പറയേണ്ടത്. കാലം ചെല്ലുമ്പോൾ, ലോകം മുന്നോട്ട് പോകുമ്പോൾ, വിവരം കൂടുമ്പോൾ, വിജ്ഞാനം കൂടുമ്പോൾ, ശാസ്ത്രം വളരുമ്പോൾ, സാങ്കേതിക വിദ്യകൾ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ കാലത്തിനനുസരിച്ച് എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാകണം. അതിവിടുത്തെ മതങ്ങളും അതിന് തയ്യാറാകണം എന്നാണ്. മതങ്ങളുടെ വിശ്വാസങ്ങളെയും കാലത്തിനനുസരിച്ച് മാറ്റിപ്പണിയണമെന്നാണ്. മതങ്ങളുടെ സമീപനങ്ങളെയും നിലപാടുകളെയും ആധാരങ്ങളെയും കാലത്തിനനുസരിച്ച് പുതുക്കിപ്പണിയണമെന്നാണ് വളരെ ഗുണകാംക്ഷയോടുകൂടെ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾ മതവിശ്വാസികളെ ഉപദേശിക്കാറുള്ളത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം 1400 കൊല്ലം പഴക്കമുള്ള 2 പ്രമാണങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കുകയാണ്. ഒന്ന് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. രണ്ടാമത്തത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തോട് ഇസ്ലാമിന് പറയാനുള്ളത്, ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം, മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഇസ്ലാം എന്ന് പറയുന്ന മതം മുന്നോട്ട് പോവുക ഈ ഗ്രന്ഥത്തിൻ്റെ, ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ വരികൾക്കിടയിൽ എന്താണ് ഖുർആൻ ലോകത്തോട് ആത്മീയത എന്നുള്ള നിലയ്ക്ക് പഠിപ്പിക്കുന്ന സന്ദേശങ്ങളെങ്കിൽ ആ സന്ദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ്, അത് ഉൾക്കൊണ്ടുകൊണ്ടാണ്, അതിൽ മാറ്റങ്ങൾ വരുത്താതെയാണ്, അതിൽ തിരുത്തലുകൾ വരുത്താതെയാണ് ലോകത്ത് മുസ്ലിങ്ങൾ മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് പരിശുദ്ധ ഇസ്ലാമിന് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ മുജാഹിദ് പ്രസ്ഥാനം വർഷങ്ങളോളമായി വലിയ സമരങ്ങൾ നടത്തുകയാണ്. മുസ്ലിം സമുദായത്തിനകത്ത് മുസ്ലിം സമുദായം പതിറ്റാണ്ടുകളായി വലിയ പോരാട്ടത്തിലാണ്. മുസ്ലിം സമുദായവുമായി, സമുദായത്തിലെ വ്യത്യസ്ത സംഘടനകളുമായി അനേക കാലങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം അതിശക്തമായ ആശയപരമായ, ആദർശപരമായ ഏറ്റുമുട്ടലുകളിലാണ്. ആ ഏറ്റുമുട്ടലുകൾ എന്ന് പറയുന്നത് 1400 കൊല്ലം പഴക്കമുള്ള പ്രമാണങ്ങളിലേക്ക് തിരിച്ചു വരാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഇന്ന് ജീവിക്കുന്ന കേരളത്തിലെ മുസ്ലിം സമുദായം സന്നദ്ധമാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. പുതിയ കാലത്തിനനുസരിച്ച് മതത്തെ പുതുക്കിപ്പണിത് നമുക്ക് മുന്നോട്ട് പോകാം എന്നല്ല. 1400 കൊല്ലം മുമ്പ് ലോകത്ത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി ലോകത്തെ പഠിപ്പിക്കാൻ കടന്നു വന്ന പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളെന്തോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം, ആ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ അധ്യാപനങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോകാം എന്ന നിലപാടാണ് 1 നൂറ്റാണ്ടിലേറെ കാലമായി കേരളത്തിലെ മുസ്ലിം സമുദായത്തിനകത്ത് മുജാഹിദ് പ്രസ്ഥാനം നടത്തുന്ന പോരാട്ടങ്ങളുടെയെല്ലാം അടിസ്ഥാനപരമായ കാരണമായി തീരുന്നത്. സഹോദരങ്ങളെ, കാലം മാറുമ്പോൾ, രാജ്യം മാറുമ്പോൾ, സമൂഹം മാറുമ്പോൾ, ചുറ്റുപാടുകൾ മാറുമ്പോൾ, അന്തരീക്ഷങ്ങൾ മാറുമ്പോൾ മതത്തെയും വിശ്വാസത്തെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ അതിനനുസരിച്ച് മാറി സ്വീകരിക്കുന്നവർ സമൂഹത്തിലുണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന മതം അങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമല്ല. മാറ്റങ്ങൾക്ക് വിധേയമല്ല എന്നും മാറാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും പറയുന്നത്
വിവരത്തോടോ വിജ്ഞാനത്തോടോ ആധുനികതയോടോ നവോത്ഥാനത്തോടോ പരിഷ്കരണത്തോടോ പുരോഗതിയോടോ മനുഷ്യർ നേടിയെടുക്കുന്ന പുതിയ വിവര വിജ്ഞാന വിപ്ലവങ്ങളോടോ ഒന്നും വിരോധമുണ്ടായതുകൊണ്ടല്ല. ലോകത്ത് അത്യാധുനിക കാലഘട്ടത്തിൽ ഏത് വിജ്ഞാനങ്ങൾ കടന്നു വന്നാലും, ആധുനിക ലോകം എന്തെല്ലാം അറിവുകൾ കരസ്ഥമാക്കിയാലും, പുതിയ ലോകക്രമത്തിൻ്റെ ഭാഗമായി മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് എന്തെല്ലാം ഉരുത്തിരിഞ്ഞു വന്നാലും, അതിനെല്ലാം അതിജീവിക്കാൻ കഴിയുന്ന, അതിനെല്ലാം മുൻകടക്കാൻ കഴിയുന്ന, അതിനെല്ലാം അപ്പുറത്തുള്ള ഒരു അറിവിൻ്റെ സ്രോതസ്സിൽ നിന്നാണ്, ഒരു വൈജ്ഞാനിക സ്രോതസ്സിൽ നിന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് നമുക്ക് മതമായി സ്വീകരിക്കാൻ ഖുർആൻ മതി. നമുക്ക് മതമായി സ്വീകരിക്കാൻ ഖുർആനിന്റെ വ്യാഖ്യാനമായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മതി എന്ന് പറയുന്ന ഒരു നിലപാട് കാലാകാലങ്ങളിൽ മുജാഹിദുകൾ സ്വീകരിക്കുന്നത്. നമ്മളൊരു ബഹുമത സമൂഹത്തിലാണ് ജീവിക്കുന്നത്. മതത്തിൻ്റെ പേരിൽ, ആത്മീയതയുടെ പേരിൽ പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രീതികളും സമ്പ്രദായങ്ങളും പാരമ്പര്യങ്ങളും പൈതൃകങ്ങളുമൊക്കെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത മതങ്ങളുടെ ഭാഗമായി, വ്യത്യസ്ത വിശ്വാസങ്ങളുടെ ഭാഗമായി നിലനിൽക്കുന്നത് കാണാൻ കഴിയും. ആ വ്യത്യാസങ്ങളുടെ കൂടെ പോവുകയല്ല മുസ്ലിം ഉമ്മത്ത് അവരുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ആത്യന്തികമായി ചെയ്യേണ്ടത്. പ്രമാണങ്ങളെ മുറുകെ പിടിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഉള്ളതേ മതമായി സ്വീകരിക്കാവൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മാത്രമേ ആത്മീയത എന്നുള്ള നിലക്ക് പരലോകത്ത് പ്രതിഫലം കിട്ടുമെന്ന വിശ്വാസത്തോടെ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള അധ്യാപനങ്ങളാണെന്ന ബോധ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് മാത്രമേ സ്വീകരിക്കാവൂ എന്ന നിലപാടുമായി മുന്നോട്ട് പോവുക എന്നതാണ് കാലാകാലങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ള മതരംഗത്തുള്ള ശൈലി എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, പുഴുക്കുത്തുകൾ ഇസ്ലാമിക ലോകത്തേക്ക്, മുസ്ലിം ഉമ്മത്തിലേക്ക് വിശ്വാസങ്ങളിലാണെങ്കിലും ആചാരങ്ങളിലാണെങ്കിലും അനുഷ്ഠാനങ്ങളിലാണെങ്കിലും പുഴുക്കുത്തുകൾ കടന്നു വന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ അപ്പുറം ചില സ്രോതസ്സുകളെ, സങ്കേതങ്ങളെ ആളുകൾ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. മുസ്ലിം സമുദായത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് പുഴുക്കുത്തുകൾ കടന്നു വരാൻ തുടങ്ങിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് മറ്റു പലതിനും പ്രാധാന്യവും പ്രസക്തിയും കൽപ്പിക്കുന്ന പ്രവണതകൾ മുസ്ലിം സമുദായത്തിൽ ഉടലെടുത്തത് മുതലാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്ത് വലിയ വിജയം ദുനിയാവിലാണെങ്കിലും പരലോകത്താണെങ്കിലും മുസ്ലിം ഉമ്മത്തിനുണ്ടാകണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ, അവരുടെ വിശ്വാസത്തിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ കർമ്മങ്ങളിൽ, അവരുടെ ആരാധനകളിൽ, അവരുടെ അനുഷ്ഠാനങ്ങളിൽ പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇത് രണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മതി. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ മാത്രം മതി മതമായി. പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെട്ടത് മാത്രം മതി നമുക്ക് ദീനായി എന്ന് പറയുമ്പോൾ അത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുകയില്ല എന്ന ന്യായം പറഞ്ഞിട്ടാണ്, വാദം പറഞ്ഞിട്ടാണ്, ആ രീതിയിൽ പ്രചരിപ്പിച്ചിട്ടാണ് മറ്റ് പല വിശ്വാസങ്ങളിലേക്കും വീക്ഷണങ്ങളിലേക്കുമൊക്കെ പലപ്പോഴും ആളുകളെ കൊണ്ടുപോകുന്നത്. സഹോദരങ്ങളെ, അതീവ ഗുരുതരമായ തെറ്റാണെന്ന്, പാപമാണെന്ന് ദീൻ പഠിപ്പിച്ച കാര്യങ്ങൾ വരെ മുസ്ലിം സമുദായം ധൈര്യസമേതം ചെയ്യുന്നത് ഒരു സങ്കോചവുമില്ലാതെ, മനസ്സാക്ഷി കുത്തൊന്നുമില്ലാതെ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടും നമ്മൾ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. നമുക്കെന്തുകൊണ്ടാണ്, നമ്മുടെ സമുദായത്തിന് എന്തുകൊണ്ടാണ്, നമ്മുടെ സമുദായത്തിലെ ഉത്തരവാദപ്പെട്ടവർക്ക് എന്തുകൊണ്ടാണ്, സമുദായത്തിലെ പണ്ഡിതന്മാർക്ക് എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ പഠിച്ച ആയത്തുകൾക്കെതിരാണ് മുസ്ലിം ഉമ്മത്തെ താങ്കളുടെ പ്രവർത്തനമെന്ന് പറയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ പഠിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് കേരളത്തിലെ മുസ്ലിം സമുദായമേ നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രവർത്തികളും മുന്നോട്ട് പോകുന്നതെന്ന് ഉത്തരവാദപ്പെട്ട സമുദായത്തിലെ പണ്ഡിതന്മാർക്ക് പറയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? സഹോദരങ്ങളെ, സംഘടനാ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് അതിനൊരു കാലപരിധിയുണ്ട്. പറയുന്നത് മുജാഹിദ് പണ്ഡിതനാണ് എന്നതുകൊണ്ട്
പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിലാണ് എന്നതുകൊണ്ട്, പറയുന്നതും എഴുതുന്നതും മുജാഹിദുകളുടെ പ്രസിദ്ധീകരണത്തിലാണ് എന്നതുകൊണ്ട്, ഈ നാട്ടിലൊക്കെ മുജാഹിദുകളുടെ പ്രചാരണങ്ങളാണ് നടക്കുന്നത് എന്നതുകൊണ്ട് ഒരു വിഷയം അവഗണിക്കപ്പെടുന്ന, അത് കേൾക്കാതിരിക്കുന്ന, അത് സ്വീകരിക്കപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിക്കൂടാ. നമുക്ക് മുജാഹിദ് പ്രവർത്തകരോട്, മുജാഹിദ് സുഹൃത്തുക്കളോട് എനിക്ക് വിനീതമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്ക് നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ പരിസരങ്ങളിലുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ള, നമ്മുടെ കുടുംബങ്ങളിലുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ സഹോദരന്മാരോടും അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയുണ്ടാകേണ്ടതുണ്ട്. നസീഹത്തിൽ നിന്നാണ്, ഗുണകാംക്ഷയിൽ നിന്നാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തൻ്റെ ഉപ്പയോട്, തൻ്റെ ഉപ്പയുടെ ആരാധനാനുഷ്ഠാനങ്ങളിൽ വന്ന വലിയ രൂപത്തിലുള്ള തെറ്റുകളെ തിരുത്തി അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തൻ്റെ ഉപ്പയോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ. പരമകാരുണ്യകനായ റബ്ബിന്റെ അടുക്കൽ നിന്ന് എൻ്റെ ഉപ്പാക്ക് ശിക്ഷ വന്നിറങ്ങുമോ എന്ന പേടി കൊണ്ടാണ് ഞാൻ എൻ്റെ ഉപ്പയോട് സംസാരിക്കുന്നത്. എൻ്റെ ഉപ്പയെ എൻ്റെ റബ്ബ് ശിക്ഷിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവെന്ന്. നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരോട് വേണ്ടത് സംഘടനാപരമായ അകലങ്ങളല്ല, സംഘടനാപരമായ വിരോധങ്ങളല്ല. അവൻ സമസ്തക്കാരനാണ്, ഇവൻ ഏപ്പിക്കാരനാണ്, മറ്റവൻ വേറേതോ സംഘടനയിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് ദൂരം കാണിക്കേണ്ടവരല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ പറയുന്നത് പടച്ചതമ്പുരാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ റബ്ബുണ്ട് എന്ന് അംഗീകരിക്കുന്ന അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് അംഗീകരിക്കുന്ന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അചഞ്ചലമായി വിശ്വസിക്കുന്ന, 5 നേരം നമസ്കരിക്കുന്ന, പരിശുദ്ധ റമദാൻ വരുമ്പോൾ നോമ്പെടുക്കുന്ന, കയ്യിൽ പണമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കുന്ന, സ്വതക്ക കൊടുക്കുന്ന, ഹജ്ജിന് പോകുന്ന, ഉംറക്ക് പോകുന്ന ആളുകൾ അവരുടെ ഭാഗത്ത് നിന്ന് പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് ഘടകവിരുദ്ധമായ ആണിക്കല്ലിനെ ഇളക്കി കളയുന്ന ചില പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാകുന്നുവെങ്കിൽ അവരോട് വലിയ നസീഹത്തോടുകൂടെ സംസാരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സംഘടനയിലെ ഒരു പ്രവർത്തകൻ നാട്ടിലെവിടെയെങ്കിലും ഒരു മുജാഹിദിനെ കാണുമ്പോൾ അയാൾക്ക് മുജാഹിദ് പ്രവർത്തകനോടുള്ള മനോഭാവം എന്താണ് എന്ന് എനിക്കറിയില്ല. അവർ എങ്ങനെയാണ് മുജാഹിദുകളെ നോക്കിക്കാണുന്നത്, മനസ്സിലാക്കുന്നത്, മുജാഹിദുകളെ പറ്റി ചിന്തിക്കുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷേ സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, നാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിത് കാരന്തൂരിൽ വെച്ച് നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുകയല്ല സഹോദരങ്ങളെ. ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് ജനിച്ചു വീണ ഒരു മനുഷ്യനും സാധ്യമല്ലാത്ത, സഹിക്കാൻ കഴിയാത്ത ശിക്ഷയുടെ ഒരു ലോകത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. യൗമ തുഖല്ലബു വജൂഹും ഫിന്നാർ. ആളുകൾ പരലോകത്ത് വരുമ്പോൾ നരകത്തിൽ മുഖം കുത്തിയാണ് വിടുക. ആളുകൾ പരലോകത്ത് വരുമ്പോൾ നരകത്തിൽ മുഖം കുത്തിയാണ് വിടുക. യൗമ തുഖല്ലബു വജൂഹും ഫിന്നാർ യഖൂലൂന. ആ നരകത്തിൽ കിടന്നുകൊണ്ട് അവർ പറയുന്ന ചില വാക്കുകളുണ്ട്. യാ ലൈതനാ അതഅനാല്ലാഹ വ അതഅനാർ റസൂല. ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നിങ്ങളിത് കേൾക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് ശ്രദ്ധിക്കണം. ഇത് മുജാഹിദുകൾ വെക്കുന്ന അർത്ഥമല്ല. ഏത് വിഭാഗത്തിൽപ്പെട്ടവരും ഈ സൂറത്തിലെ ഈ ആയത്തിന് അർത്ഥം കൊടുക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന പദങ്ങൾ തന്നെയാണ് അതിനർത്ഥം കൊടുക്കാറുള്ളത്. ഞങ്ങൾ അനുസരിച്ചത് ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയ വലിയ ആളുകൾ, ഞങ്ങളുടെ കൂട്ടത്തിലെ വലിയ മശായിഖന്മാർ, അവരനുസരിച്ചിട്ടാണ് ഞങ്ങൾ മതവുമായി മുന്നോട്ട് പോയത്, ഞങ്ങൾ ദീനുമായി മുന്നോട്ട് പോയത്. നബിദിനമുണ്ടോ എന്നൊരു ചോദ്യം വരുമ്പോൾ, നബിദിനം ആഘോഷിക്കാമോ എന്നൊരു സംശയം വരുമ്പോൾ, നബിദിനം അള്ളാഹുവിന്റെ ദീനിന്റെ ഭാഗമാണോ എന്നൊരു ഒരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ ഉദിക്കുമ്പോൾ, അള്ളാഹുവിന്റെ കിതാബിൽ എന്തു പറഞ്ഞു എന്നതല്ല ഞങ്ങൾ പരിഗണിച്ചത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ എന്താണ് ഉള്ളത് എന്നല്ല ഞങ്ങൾ പരിഗണിച്ചത്. ഞങ്ങളുടെ മഹല്ലിലെ
ഉസ്താദ് എന്ത് പറഞ്ഞു എന്നാണ്, ഞങ്ങളുടെ സംഘടനയുടെ നേതാവ് എന്ത് പറഞ്ഞു എന്നാണ്. AP അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തൊരു മുജാഹിദ് പറയുന്നതിന് എന്ത് പ്രസക്തി എന്ന് ചിന്തിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ജീവിച്ചത്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ വലിയ ആളുകൾ ഉണ്ടായിരുന്നു, വലിയ വലിയ ശൈഖുമാരുണ്ടായിരുന്നു, ഞങ്ങൾ വലിയ ആദരവ് നൽകിയ വലിയ വലിയ പണ്ഡിതന്മാർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. നാഥ റബ്ബേ, അളല്ലൂന സബീല, അളല്ലൂന സബീല, അവർ ഞങ്ങളെ വഴിപിഴപ്പിച്ച് കളഞ്ഞു റബ്ബേ എന്ന്. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ നിന്ന് ഞങ്ങൾ ആദരിച്ച, ദുനിയാവിൽ ഞങ്ങളേറെ സ്നേഹിച്ച, ഞങ്ങൾ ബഹുമാനിച്ച ഞങ്ങളുടെ സാദാത്തുക്കളും ഞങ്ങളിലെ കൂട്ടത്തിലെ വലിയ വലിയ ആളുകളും ഞങ്ങളെ പിഴപ്പിച്ച് കളഞ്ഞു റബ്ബേ. അളല്ലൂന സബീല, അവർ ഞങ്ങളെ പിഴപ്പിച്ച് കളഞ്ഞു റബ്ബേ. റബ്ബന, ഞങ്ങളുടെ നാഥ, ആതിഹിം ലഅഫൈനി മിനൽ അദാബ്, ഞങ്ങളെ നീ ശിക്ഷിക്കുമ്പോ ഞങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടാൻ ഞങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ നീ അവർക്ക് നൽകണേ. വൽ അൻഹും ലഅനൻ കബീറ, അല്ലാഹുവേ, വലിയ തോതിൽ നീ അവരെ ശപിക്കുകയും ചെയ്യണേ എന്ന് പറഞ്ഞിട്ടാണ് സഹോദരങ്ങളെ നാളെ പരലോകത്ത് കുറെ ആളുകൾ നരകശിക്ഷ അനുഭവിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജഫ്രി മുത്തുക്കോയത്തങ്ങൾ, അദ്ദേഹത്തിന് മുജാഹിദുകളോടുള്ള നിലപാട് എന്താണ് എന്ന് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹത്തോട് നമുക്കൊരു നിലപാടുണ്ടാകണം. നമ്മുടെ പ്രാർത്ഥനകളിൽ ജഫ്രി മുത്തുക്കോയത്തങ്ങൾ, അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശിർക്കിന്റെ നിലപാടുകളാണെന്ന് നിന്റെ ഗ്രന്ഥത്തിൽ നിന്ന്, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്ന്, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഹദീസുകളിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നു, അതാണ് ശരിയെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ജാറത്തിന്റെ കൂടെ, ദർഗയുടെ കൂടെ, ഖബറിന്റെ കൂടെ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നവരായി, മൺമറഞ്ഞവരോട് ഇടതേടുന്നവരായി, അങ്ങനെയുള്ള കുറെ ആളുകളെ കൂടെ കൊണ്ടു നടക്കുന്നവരായി, ഇങ്ങനെയുള്ള നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും ഈ ചെറിയ മലയാള മണ്ണിൽ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ ഒരു പറ്റം മുജാഹിദുകൾ ഞങ്ങളുടെ ദൗത്യം നിർവഹിക്കുകയാണ്. പ്രിയപ്പെട്ട സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനമേ, ഇത് അപരാധമാണ്, ഇത് അപരാധമാണ്. നിങ്ങൾ ഈ സമുദായത്തോട് ചെയ്യുന്ന അപരാധമാണ്. നിങ്ങളുടെ നാവിൽ നിന്ന് ഒരു വാക്ക് വീടുമ്പോ, നിങ്ങളൊരു അക്ഷരം പറയുമ്പോ, നിങ്ങളൊരു ആയത്ത് ഓതുമ്പോ, നിങ്ങളൊരു അറബി ഇബാറത്ത് വായിക്കുമ്പോ, അതാണ് ദീനെന്ന് ചിന്തിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിലുണ്ട്. അത് നിങ്ങൾക്ക് ഈ ദുനിയാവിൽ കിട്ടിയ ഒരു അംഗീകാരമാണ്. അത് അല്ലാഹു നിങ്ങൾക്ക് തന്ന ഒരു സ്ഥാനമാണ്. അത് അല്ലാഹു നിങ്ങൾക്ക് തന്ന ഒരു പദവിയാണ്. ഞങ്ങൾ അതിനൊരിക്കലും നിഷേധിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സമസ്തകളുടെ തലപ്പത്തുള്ളവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല, ഞങ്ങൾ നിങ്ങളുടെ എതിരാളികളല്ല, ഞങ്ങൾ നിങ്ങളുടെ വിരോധികളല്ല. അങ്ങാടിയിൽ വന്ന് നിങ്ങളോട് വർത്തമാനം പറയുന്നത്, നിങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളോ നിങ്ങളോട് വ്യക്തിപരമായ എന്തെങ്കിലും തരത്തിലുള്ള വിരോധങ്ങളോ ഉണ്ടായിട്ടല്ല. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ നാളെ പരലോകത്ത് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് റബ്ബിന്റെ മുമ്പിലേക്ക് ഹാജരാക്കപ്പെടുമ്പോ ആ മനുഷ്യന് വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ എന്ന് പറഞ്ഞ് കൂട്ടത്തോടുകൂടെ മനുഷ്യർ നരകത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ജീവിച്ച കാലത്ത് ഞങ്ങളുടെ പരിസരങ്ങളിൽ ജീവിച്ച മനുഷ്യർ അങ്ങനെ നരകത്തിലേക്ക് ആനയിക്കപ്പെടരുതെന്ന്, അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരാകരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് ഞങ്ങളുടെ ആത്മാർത്ഥതയുടെ ഭാഗമാണ്. അതല്ല മുജാഹിദുകളാണ് തെറ്റെങ്കിൽ, മുജാഹിദുകളാണ് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരാകാനുള്ളവരെങ്കിൽ, മുജാഹിദുകൾക്കാണ് നരകശിക്ഷ കാത്തിരിക്കുന്നതെങ്കിൽ, മുജാഹിദുകൾക്കാണ് സ്വർഗം നിഷിദ്ധമാവുകയെങ്കിൽ നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. നിങ്ങൾ പറയണം, ആയത്തോതി ഞങ്ങൾ പറയണം, മുജാഹിദുകളെ, നിങ്ങളുടെ ഇന്ന വിശ്വാസപ്രകാരം നിങ്ങൾ നരകാവകാശികളാണ്. ഞങ്ങളത് പഠിക്കും, ഞങ്ങളത് പരിശോധിക്കും. പക്ഷെ നിങ്ങളത് പറയണം. ഞങ്ങൾ മുജാഹിദുകൾ സുന്നികളുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ അതിന്റെ വിശദീകരണം മാത്രമല്ല, ഞങ്ങളോട് നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ അഖീദകൾ, നിങ്ങളുടെ ആചാരങ്ങൾ, നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾ ഇന്ന ആയത്ത് വെച്ച്, ഇന്ന ഹദീസ് വെച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമാണ് എന്ന് ഏത് സമസ്തയുടെ പണ്ഡിതൻ പറഞ്ഞാലും, നിങ്ങൾ പറയുന്നതിന് ആയത്തുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്നതിന് ഹദീസിന്റെ പിൻബലമുണ്ടെങ്കിൽ, TP അബ്ദുള്ള കോയ മദനി പറയുന്നത് വിരുദ്ധമാണെങ്കിൽ, സുന്നിയുടെ സമസ്തയുടെ നേതാവ് പറയുന്നതാണ് ആയത്തിന്റെ പിൻബലമുള്ള വാദമെങ്കിൽ, ആ വാദത്തിന്റെ കൂടെ നിൽക്കാൻ ആദർശപരമായ ആർജവമുള്ളവരാണ് കേരളത്തിലെ മുജാഹിദുകൾ എന്ന് പറയുന്നത്. ഞങ്ങൾ സംഘടനയുടെ നേതൃത്വത്തിന് തലപണയം വെച്ചവരല്ല, ഞങ്ങൾ സംഘടനയുടെ നേതൃത്വത്തിന് തലച്ചോറ്
പണയം വെച്ചവരല്ല. സംഘടനകൾക്കപ്പുറം, സംഘടനാ നേതൃത്വങ്ങൾക്കപ്പുറം, നമ്മൾ ഈ കാണുന്ന ചുറ്റുവട്ടങ്ങൾക്കപ്പുറം ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സന്മനസ്സും സന്നദ്ധതയും നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മളെന്ന് പറയുന്നത്, കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്നത് ഒരു ഐക്യത്തോടുകൂടെ, ഒരുമയോടുകൂടെ കേരളത്തിൽ മുന്നോട്ട് പോകേണ്ടവരാണ്. ഐക്യത്തെക്കുറിച്ചും ഒരുമയെക്കുറിച്ചും പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒട്ടി നിൽക്കാം, നമുക്ക് ചേർന്ന് നിൽക്കാം. നമ്മളെ ഒട്ടിപ്പിച്ച് നിർത്തുന്ന, ചേർത്ത് നിർത്തുന്ന പശ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. അല്ലാഹു പറഞ്ഞില്ലേ പരിശുദ്ധ ഖുർആനിലൂടെ, അവിടെ മദീനയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിൽ എത്തുന്നതിന്റെ 5 കൊല്ലം മുമ്പ് ഒരു വലിയ യുദ്ധം നടക്കുന്നു. അവിടുത്തെ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ തമ്മിലാണ് ആ യുദ്ധം ഉണ്ടായത്. അതിനു മുമ്പും പലതവണ അവരുടെ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബുആസ് എന്ന് പറയുന്നത് ഔസ് ഖസ്റജ് ഗോത്രങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്തരൂക്ഷിതമായ സംഘർഷവും കലാപവും ഏറ്റുമുട്ടലുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിയുമ്പോഴേക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടേക്ക് കടന്നു ചെല്ലുന്നത്. മദീനയിൽ സമാധാനം ഉണ്ടാകുന്നത്, ഔസുകാരും ഖസ്റജുകാരും ഇസ്ലാം സ്വീകരിക്കുന്നത്, അവർ പരസ്പരം സഹോദരന്മാരായി മാറുന്നത്, ആയുധമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊന്നവർ, യുദ്ധം ചെയ്തവർ, സായുധ പോരാട്ടം നയിച്ചവർ, അള്ളാഹുവിന്റെ ദീനെത്തി, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ ആ 2 ഗോത്രത്തിലെയും മനുഷ്യന്മാരുടെ മനസ്സുകളെ സ്വാധീനിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് ആയുധം താഴെ വീണു. അവരുടെ മനസ്സുകളിൽ നിന്ന് ശത്രുതകൾ അലിഞ്ഞു തീർന്നില്ലാതായി. അവർ ഒരുമിച്ച് ജീവിക്കുന്ന ഏകോദര സഹോദരന്മാരായി, പരസ്പരം ചേർന്ന് നിൽക്കുന്നവരായി. ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ തമ്മിലുള്ള ശത്രുതയേക്കാൾ വലിയൊരു വിരോധം കേരളത്തിലെ സുന്നികളും മുജാഹിദുകളും തമ്മിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. ഷാസുബിന് കൈസ് എന്ന് പറയുന്ന ഒരു ജൂത പ്രമാണി അള്ളാഹുവിന്റെ റസൂൽ വന്ന് കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടി ഇരിക്കുന്നിടത്ത്, അൻസാരികൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നിടത്ത്, ഔസും ഖസ്റജും ഒരുമിച്ച് കൂടിയിരിക്കുന്നിടത്തേക്ക് ഒരു ചെറുപ്പക്കാരനെ പറഞ്ഞയച്ചു. പണ്ടത്തെ ബുആത്ത് എന്ന് പറയുന്ന യുദ്ധത്തിന്റെ കവിതകളില്ലേ, ആ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ പോയിട്ട് ആ കവിതകളൊന്ന് ചെല്ലണം എന്നാവശ്യപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ അവിടെ ഔസ് ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട മുസ്ലിം വിശ്വാസികൾ കൂടിയിരിക്കുന്നിടത്ത് പോയിട്ട് ബുആത്ത് യുദ്ധത്തിന്റെ അന്നത്തെ ആ മേന്മകൾ പറഞ്ഞുകൊണ്ടുള്ള കവിത ചൊല്ലി. അവർ പരസ്പരം അതിനെപ്പറ്റി ചർച്ച ചെയ്തു. ആ ചർച്ച പിന്നീട് തർക്കമായി മാറി. ഔസും ഖസ്റജും ഒരു 2ാമത്തെ ഏറ്റുമുട്ടലിലേക്ക് എന്ന് പറയുന്നത് പോലെ ആയുധം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടുന്ന് ആക്രോശിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നത്. അള്ളാഹുവിന്റെ ദീൻ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ടും പഴയ ജാഹിലിയത്തിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു പോവുകയാണോ? ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ അള്ളാഹുവിന്റെ ഭാഷത്തെ മുറുകെ പിടിക്കണം. ഹബിലുല്ലാ എന്ന് പണ്ഡിതന്മാർ അതിന് തഫ്സീർ പറഞ്ഞപ്പോ അതിനെ പറഞ്ഞത് പരിശുദ്ധ ഖുർആനാണ്. ഹബിലുല്ലാ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. കേരളത്തിലെ സുന്നിക്കും സമസ്തക്കാരനും കേരളത്തിലെ സലഫിക്കും മുജാഹിദുകൾക്കും ഒരൊറ്റ ഖുർആനാണ്. 1-ാമത്തെ അധ്യായം സൂറത്ത് ഫാത്തിഹയിൽ തുടങ്ങി 114-ാമത്തെ അധ്യായം സൂറത്ത് നാസിൽ തീരുന്ന ഒരക്ഷരം 2 വിഭാഗത്തിനും അങ്ങോട്ടോ ഇങ്ങോട്ടോ വേറെ ഇല്ലാത്ത ഒരൊറ്റ ഖുർആൻ പിടിച്ചുകൊണ്ട്, മുറുകെ പിടിച്ചുകൊണ്ട്, നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ, കേരളത്തിലെ മുസ്ലിം സമുദായമേ, സുന്നികളെ, സഹോദരങ്ങളെ, സമസ്തക്കാരെ, നിങ്ങളുടെ വിശ്വാസങ്ങളിൽ അതിഗുരുതരമായ അബദ്ധങ്ങൾ വന്നിരിക്കുന്നു, അതിഗുരുതരമായ പിഴവുകൾ സംഭവിച്ചിരിക്കുന്നു. ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്ത നിർവഹണമാണ്, ഇത് ഞങ്ങളുടെ ബാധ്യതാ നിർവഹണമാണ്. ഈ ശബ്ദം കേട്ടിട്ട് ഇന്ന് ഒരു സമസ്തക്കാരൻ മരണപ്പെട്ടു പോയാൽ, ഒരു മുജാഹിദ് മരണപ്പെട്ടു പോയാൽ ഞങ്ങൾ ആശ്വസിക്കുന്നു, ഞങ്ങൾ സമാധാനിക്കുന്നു. പറയാനുള്ളത് പറഞ്ഞിട്ടാണ്, കേൾപ്പിക്കാനുള്ളത് കേൾപ്പിച്ചിട്ടാണ്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് പങ്കുവച്ചിട്ടാണ്. വളരെ ആത്മാർത്ഥമായി അല്ലാഹുവേ ഈ ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ഒരു ലാഭവുമില്ല. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ സമസ്തക്കാരും ദർഗയും ജാറവും സൃഷ്ടിപൂജയും അമ്പിയാക്കളോടുള്ള പ്രാർത്ഥനയും ഔലിയാക്കളോടുള്ള ദുആയും
തെറ്റാണ്, ഷിർക്കാണ് എന്ന് മനസ്സിലാക്കി തിരുത്തിയാൽ ഞങ്ങൾക്ക് ഒരു ലാഭവുമില്ല. മുജാഹിദുകൾക്ക് ഭൗതികമായി അതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കാനില്ല. ഞങ്ങളുടെ നേട്ടം എന്ന് പറയുന്നത് നാളെ പരലോകത്ത് വരുമ്പോ റബ്ബിന്റെ കോടതിയിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിലുണ്ട് സമസ്തക്കാർ. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സമസ്തക്കാർ ഷിർക്കില്ലാത്തവരായി അള്ളാഹുവിന്റെ കോടതിയിൽ കടന്നു വരുന്ന ഒരു നല്ല ദിവസത്തെ സ്വപ്നം കാണുന്നവരാണ് മുജാഹിദുകൾ. ഞങ്ങളുടെ രക്തബന്ധത്തിലുണ്ട് സമസ്തക്കാർ. ഞങ്ങളുടെ രക്തബന്ധത്തിലുള്ള സമസ്തക്കാർ മരണപ്പെട്ട് നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ ഷിർക്കില്ലാത്തവരായി മുവഹ്ഹിദുകളായി കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ചിന്തിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മുജാഹിദുകൾ. ഈ ശബ്ദം സഹോദരങ്ങളെ, ഇവിടെ ഇന്ന് നേരിട്ട് കേൾക്കുന്നവരും ഞങ്ങളുടെ പണ്ഡിതന്മാർ സവിസ്തരം ഇവിടെ സമർപ്പിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ സമസ്ത സമുദായത്തോട് ചെയ്ത അപരാധം എന്താണെന്ന് എണ്ണി അക്കങ്ങൾ വെച്ച് നിങ്ങളുടെ മുമ്പിൽ വളരെ കൃത്യമായി തെളിവുകൾ സഹിതം ഞങ്ങളുടെ പണ്ഡിതന്മാർ ഇന്നിവിടെ അവതരിപ്പിക്കും. ഇന്ന് ഇവിടുന്ന് നേരിട്ട് കേൾക്കുന്നവരും പിന്നീട് എപ്പോഴെങ്കിലും ഇത് സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കാൻ അവസരം ലഭിക്കുന്നവരും ഇതിൽ നിന്ന് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ, സംഘടനാ വിരോധങ്ങൾക്കപ്പുറം മരിക്കുന്നതിന് മുമ്പ് വസ്തുത എന്താണ് എന്ന് തിരിച്ചറിയാൻ ശാന്തമായി ചിന്തിച്ചാൽ എത്ര വിരോധമുള്ളവനും ഏത് എതിർപ്പുള്ളവനും എന്താണ് വസ്തുത എന്ന് ബോധ്യപ്പെടും. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിലേക്ക് മക്കയിൽ നിന്ന് ഹുസൈൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കയറി വരുമ്പോൾ അദ്ദേഹം മുസ്ലിം അല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുവായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനെ എതിർക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞത്, യാ മുഹമ്മദ് അന്നക തസുബ്ബു ആലിഹതന, താങ്കൾ ഞങ്ങളുടെ ദൈവങ്ങളെയൊക്കെ ചീത്ത പറയുകയാണ് മുഹമ്മദേ. ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയാണ്, കുടുംബങ്ങളെ തകർക്കുകയാണ്, ഞങ്ങളുടെ ബന്ധങ്ങളെ ഇല്ലാതാക്കുകയാണ്. പരസ്പര ഒരുമയോടെ ഐക്യത്തോടെ ജീവിച്ച ഞങ്ങളുടെ നാട്ടിൽ കലഹവും കലാപവും ശത്രുതയും സൃഷ്ടിക്കുകയാണ് മുഹമ്മദെ താങ്കൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകനെ ചോദ്യം ചെയ്ത ഹുസൈനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഞാൻ എപ്പോഴാണ് നിങ്ങളുടെ ദൈവങ്ങളെ ചീത്ത പറഞ്ഞത് എന്ന് റസൂൽ ചോദിച്ചില്ല. ഇവിടുത്തെ സമസ്തക്കാരനോട് നമ്മൾ സംസാരിക്കുമ്പോൾ സമസ്തക്കാരനെ തോൽപ്പിക്കാനല്ല, ഇവിടുത്തെ ഏപ്പിക്കാരനോട് നമ്മൾ വർത്തമാനം പറയുമ്പോൾ ആ ഏപ്പിക്കാരനെ പറഞ്ഞു പരാജയപ്പെടുത്താനല്ല നമ്മുടെ ഉത്തരവാദിത്വം. അല്ലാഹുവിന്റെ റസൂൽ തന്നോട് ചോദ്യം ചോദിക്കാൻ വന്ന മനുഷ്യനോട് അയാളെ പറഞ്ഞു പരാജയപ്പെടുത്താനല്ല, അള്ളാഹുവിന്റെ പ്രവാചകന് അയാളുടെ തലച്ചോറിനകത്തേക്ക് എന്ത് സന്ദേശമാണോ കൊടുക്കാനുള്ളത് അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരുത്തൻ്റെയും ദൈവത്തെ ചീത്ത പറഞ്ഞിട്ടില്ല, ആരുടെയും ആരാധ്യന്മാരെ അള്ളാഹുവിന്റെ പ്രവാചകൻ എതിർത്തിട്ടില്ല, വിമർശിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരാരാധ്യന്മാരെയും ഇകഴ്ത്തി സംസാരിച്ചിട്ടില്ല. പക്ഷെ പ്രവാചകൻ താങ്കൾ അങ്ങനെ ഞങ്ങളുടെ ദൈവങ്ങളെ ചീത്ത പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ന്യായീകരിക്കാനോ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനോ ഞാനൊരു ദൈവത്തെയും ചീത്ത പറഞ്ഞിട്ടില്ല എന്ന് സ്ഥാപിക്കാനോ ഒന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മനുഷ്യനോട് തിരിച്ചു ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, യാ ഹുസൈൻ, താങ്കൾ എന്നോട് ദൈവങ്ങൾ എന്ന് പറഞ്ഞില്ലേ, കം തഅബുദു മിൻ ഇലാഹ്, ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ എത്ര ദൈവങ്ങളെയാണ് താങ്കൾ ആരാധിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സബ്അത്തുൻ ഫിൽ അർളി വവാഹിദുൻ ഫിസ് സമാ, എനിക്ക് ഭൂമിയിൽ 7 ദൈവങ്ങളുണ്ട്, ഉപരിലോകത്ത് ഒരു ദൈവമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഹുസൈനോട് 2-3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കഷ്ടപ്പാടും ദുരിതവും വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പരീക്ഷിക്കപ്പെടുമ്പോൾ, പട്ടിണി കിടക്കുമ്പോൾ, സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ, ഈ ഘട്ടങ്ങളിലൊക്കെ ആരോടാണ്, ഈ 7-1-8 ദൈവങ്ങളിൽ ആരെയാണ് താങ്കൾ വിളിച്ചു പ്രാർത്ഥിക്കുക? അതിനൊക്കെ അദ്ദേഹം നൽകുന്ന ഉത്തരം മംഫിസ് സമാ, മുഹമ്മദെ ആകാശത്തുള്ളവനെയാണ് ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുക, ആകാശത്തുള്ളവനോടാണ് ഞാൻ എൻ്റെ സങ്കടം പറയുക, എൻ്റെ കഷ്ടപ്പാട് പറയുക, ആകാശത്തുള്ളവനോടാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവസാനം ചോദിച്ചൊരു ചോദ്യമുണ്ട്, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും യാതനകളും വേദനകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയാൻ. യാ ഹുസൈൻ, താങ്കൾക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ വിളിക്കാൻ ആകാശത്തുള്ള ശക്തി ഉണ്ടെങ്കിൽ പിന്നെ ഭൂമിയിൽ 7 വേറെ എന്തിനാണ്? വേറൊരു 7 ദൈവങ്ങൾ അതെന്തിനാണ്?
ആ ചോദ്യത്തിൽ നിന്നാണ് ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ കൊടുങ്കാറ്റുണ്ടാകുന്നത്, വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്, വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മളിങ്ങനെ ചിന്തിക്കും, ഏതൊരു സാധാരണ മനുഷ്യനും ഖബറിൻ്റെ അടുത്ത് മരിച്ചു കിടക്കുന്ന ഒരാൾ ഒരു ഉപകാരവും ചെയ്യില്ല എന്ന് സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകില്ലേ എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മളിതൊക്കെ കണ്ണടക്കുന്നത്. ആളുകളുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ, തലച്ചോറിൻ്റെ ഉള്ളിൽ തറക്കുന്ന വിധം ചോദ്യം ചോദിക്കുമ്പോഴാണ് മനുഷ്യർക്ക് ബോധോദയങ്ങൾ ഉണ്ടാവുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും സഹായിക്കാൻ ഉപരിലോകത്തുള്ളവനാണെങ്കിൽ പിന്നെ ഭൂമിയിൽ 7 എണ്ണം എന്തിനാണെന്ന് ചോദിക്കുമ്പോഴാണ് ഹുസൈൻ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൈ പിടിച്ചിട്ട് അഷ്ഹദു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലല്ലാഹ് എന്ന് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുന്ന വികാരഭരിതമായ ഒരു രംഗത്തിന് ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ സാക്ഷികളാകുന്നത് നമ്മൾ സമസ്തക്കാരോട് പറയണം. ഹൃദയം തുറന്ന്, മനസ്സു തുറന്ന്, ഉള്ളു തൊട്ട് ആത്മാർത്ഥമായി നമ്മൾ ഇവിടുത്തെ സമസ്തക്കാരോട് പറയണം. ജാറത്തിൻ്റെ അടുത്ത് പോയി, ദർഗയുടെ അടുത്ത് പോയി, ഖബറിൻ്റെ അടുത്ത് പോയി മരണപ്പെട്ടവരോട് പ്രാർത്ഥിച്ചാൽ നാളത്തെ പരലോകം നഷ്ടപ്പെടുമെന്ന യാഥാർത്ഥ്യത്തെ, വസ്തുതയെ നമ്മൾ ഇവിടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാൻ മുജാഹിദ് പ്രവർത്തകരെ, സുഹൃത്തുക്കളെ നമുക്ക് സാധ്യമാകണം. അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടെ, വലിയ സ്നേഹത്തോടെ, വലിയ കനിവോടെ, കാരുണ്യത്തോടെ, ഗുണകാംക്ഷയോടുകൂടെയാണ് ഈ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടന ഈ പ്രമേയവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ സർവാത്മന സന്തോഷത്തോടു കൂടെയുള്ള ഒരു പങ്കാളിത്തം, സഹകരണം ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്നുണ്ടാകണേ എന്ന് വളരെ വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു അവസരം തന്നതിന് സംഘാടകരോട് എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും അവതരിപ്പിച്ചുകൊണ്ട്, അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.